ഇവിടെ ആരെങ്കിലും ചങ്ങല കിട്ടുന്നുണ്ടോ? എന്ത്? അല്ല, ഒരു ഭ്രാന്തന്റെ നിലവിളി പോലെ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി. ഓഫീസിൽ ഒന്ന് സീൽ വെച്ചോളൂ. നീ എവിടേക്കാടി? ഓഫീസിലേക്ക്. കല്യാണ പറ്റിയൊന്ന് ഓഫീസിലേക്കോ? അപ്പൊ വിരുന്നിനൊന്നും പോണ്ടേ? അല്ല, നിനക്ക് എന്നെ പോലെ ബന്ധുക്കളാരും ഇല്ല. വലിയ ജാടയൊന്നും വേണ്ട. നീ സബ് കളക്ടർ ആണെന്ന് ഞാൻ നോക്കില്ല. നീ ഇപ്പൊ എന്റെ ഭാര്യയാണ്. വഴിന്ന് മാറ്, എനിക്ക് ഓഫീസ് പോണം. സ്വന്തം ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റാത്ത നീ എങ്ങനെയാണ് ഒരു ജില്ല ഭരിക്കുന്നത്? നിനക്കറിയോ, ഞാൻ ബെഡ് കോഫി കഴിച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല, പല്ല് കഴിച്ചിട്ടില്ല. അതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. കല്യാണ പന്തൽ വെച്ച് അനുഭവിച്ചതാ. അതേ ദുർഗന്ധം ആക്കിയണ്ടല്ലോ. ആ ക്യാപ്പിൽ എന്റെ മിസ്സസ് മിസ്സായോ? സാരി പുറത്ത് നോറ് നോക്കടാ. വിടില്ല ഞാൻ. ആഹാ, എടുക്കടാ, എന്റെ രക്ഷത്തിൽ എടുക്കടാ. താൻ വണ്ടി എടുക്ക. മാഡം, ഹസ്ബൻഡ്? തന്റെ ഹസ്ബൻഡ് ഒന്നുമില്ലല്ലോ. വണ്ടി എടുക്കണോ? ഇനിയിപ്പൊ ബ്രഷും പേസ്റ്റും സോപ്പും അങ്ങോട്ട് എത്തിച്ചാൽ മതിയല്ലോ. പോടാ അമ്മാവൻ പട്ടി. സാർ ഒരാഴ്ച ലീവാണ്, ഹണിമൂണിനൊക്കെ പോവാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ തന്നെ. ഇതാണ് എന്റെ ഹണിമൂൺ കോട്ടേജ്. ഈ കാക്കിയാണ് എന്റെ ഭാര്യ. സാറിന് തലയ്ക്ക് വല്ല അടിയും കിട്ടിയ? എനിക്ക് തലക്കടിയേറ്റത് ഇയാളെങ്ങനെ അറിഞ്ഞു? ഇന്നലത്തെ സോങ് എടുത്ത് ആരെങ്കിലും ടി വി കൊടുത്തു? ഓ, ടി വിയിലുണ്ട്. ജോലിക്ക് വരണ്ടായിരുന്നു, നാണക്കേടായി പോയി. ഒരാഴ്ച ഒറ്റയ്ക്കാണെങ്കിൽ എങ്ങോട്ടെങ്കിലും ഹണിമൂണിന് പോയാൽ മതിയായിരുന്നു. ഹലോ. ഹലോ, ഹസ്ബൻഡ് മാധവൻകുട്ടി സ്പീക്കിംഗ്. ഡി, എന്ത് വേണം? ഒന്നുമില്ലടി, ചുമ്മാ വെറുതെ ഒരു രസം. ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. എന്തിനായിരുന്നു ഇപ്പത്? എന്റെ പേര് അച്യുതൻ, റിട്ടയർഡ് സ്കൂൾ മാഷ. ഇത് എന്റെ ഒരേ ഒരു മകൾ പാർവതി. സിറ്റി ചാനലിലെ റിപ്പോർട്ടർ. ഇപ്പൊ ലീവില. കോർട്ട് ഓർഡർ പ്രകാരം മാർക്കറ്റ് കോളനിയിലെ കേസ് അന്വേഷണ ചുമതല മാഡത്തിനാണെന്ന് ഞാൻ അറിഞ്ഞു. ആ കേസുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന തെളിവുകൾ ഏതൊക്കെ? ഇതാ മാഡം. രണ്ടുപേരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാജൻ ജോസഫ് എന്റെ ശിഷ്യനും അയൽവാസിയാണ്. ഈ തെളിവുകൾ ഇനിയും മൂടി വയ്ക്കപ്പെട്ടാൽ ഒരുപക്ഷെ അയാളുടെ ജോലി തന്നെ നഷ്ടപ്പെട്ടേക്കാം. താങ്ക് യു പാർവതി. ചായ കുടിക്കൂ. ഇതിന്റെ കേസ് അന്വേഷണത്തിന് ഒരുപാട് ഗുണം ചെയ്യും. മോൾ എനിക്കൊരു വാക്ക് തരണം. എന്റെ മകളെ മാധ്യമങ്ങളുടെ മുമ്പിലോ കോടതിയിലോ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിച്ചിറക്കരുത്. മകളെ കുറിച്ച് ഓർത്തുള്ള ഒരച്ഛന്റെ അപേക്ഷയാണിത്. നിങ്ങൾക്കെന്നെ പൂർണ്ണമായും വിശ്വസിക്കാം. ഒരിക്കലും ഇൻഫോമർ ആരാണെന്ന് ഞങ്ങൾ വെളിപ്പെടുത്താറില്ല. മാഷിന്റെ മകൾ സുരക്ഷിതയായിരിക്കും. കൊലയാളിയെ കൃത്യമായി തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഉടനെ പ്രതി അറസ്റ്റ് ചെയ്യാലോ? നോ സേതുലക്ഷ്മി. അവരുടെ കയ്യിലുള്ള ഈ സ്ഫോടക വസ്തുക്കൾ എവിടുന്നാണ്, എന്തിനാണ്, ഇപ്പൊ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നീ ചോദ്യങ്ങൾക്കുള്ള മറുപടി കിട്ടിയാൽ മാത്രമേ ഈ അന്വേഷണം പൂർത്തിയാവൂ. ఇప్పుడు అర్జునా కొలంత సత్తుపోడు. മകൻ ചെയ്ത 2 കൊലപാതകങ്ങളുടെയും വിശദമായ തെളിവുകളാ ഇവള് ഫയലിലാക്കി സബ് കളക്ടറെ ഏൽപ്പിച്ചത്. ആ ഫയല് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ മകന് തൂക്കുകയർ ഉറപ്പാ, കേട്ടോ? ఇప్పుడు అర్జున ఫైల్ తిరిగి கிடைக்காது. இவளு வந்து சரியான விட்னஸ். கோர்ட்ல வந்தா பிரச்சனை ஆயிடும். சரவணா, அந்த ஃபைல் நான் பாத்துக்கிறேன். முதல்ல நீ இந்த ஃபைல் க்ளோஸ். ഒന്ന് മാറി നിക്കടോ. മാറിക്ക. ആരോ കൊന്നുകൊണ്ടിട്ട് മറക്കി. ദേഹം നിറച്ച് ബുള്ളറ്റിന്റെ പാടുകളാണ്. ആരാ കരയുന്നേ? മരിച്ച പെൺകുട്ടിയുടെ അച്ഛന്. ബോഡി തിരിച്ചറിഞ്ഞപ്പോ ഞാനാ വിളിച്ചു പറഞ്ഞത്. ഒരു പാവം സ്കൂൾ മാഷാ.
കാലാണിക്ക് രക്ഷയില്ലാത്ത കേസ് കേട്ടോ. ചാക്കോ ആ ബോർഡും തിരിച്ചിട്ടെ. അതെടുത്ത് ബോർഡ് മാറ്റാം. ആ ഗരുഡനാണല്ലോ പാഞ്ഞു വരുന്നത്. നമ്മുടെ മാർബിള് മൊത്തം വാഞ്ചാനാണോ? എന്തൊരു വലിയ ഏരിയ ഇത്, ഒരുപാട് മാർബിളും. ഓ കണ്ണും വെച്ച് ഇനിയിപ്പോ ഈ മാർബിള് മൊത്തം ഉരുകി പോകത്തില്ല. സാറെന്താ ഇപ്പൊ ഈ വഴി? ഇതുവഴി വരേണ്ട കാര്യമുണ്ടെങ്കിൽ വരാതിരിക്കാൻ പറ്റില്ല. അത് വന്നേ പറ്റൂ. അല്ല മോന് എവിടെ പോയി? സാറവണ ഞാൻ വിളിച്ചോളാം. ആണോ മോനെ ശരവണ. ആ ശരവണ, താൻ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ? നമ്മുടെ ഐലൻഡ് ഇല്ലേ, അവിടെ റെയിൽവേ ട്രാക്കിനടുത്ത് ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി. എല്ലാ തെളിവുകളും പോലീസിന് മുമ്പിൽ ഇട്ടുകൊടുത്തുകൊണ്ടാ ആ കൊലയാളി ബോഡിയോടെ തട്ടിയത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ആ കൊലയാളിക്ക് ഇനി രക്ഷയില്ല. നിങ്ങൾ ആയുധങ്ങൾ സൂക്ഷിക്കുക മാത്രമല്ല ഇടയ്ക്കിടയ്ക്കടുത്ത് ഉപയോഗിക്കാറുമുണ്ടല്ലേ? പയ്യനക്ക് തപ്പ് വന്നു പോച്ചു. സത്യം പറയല്ലോ എന്റെ ചെട്ടിയാരെ, ഇവിടെ വന്നപ്പോ നിങ്ങൾ തന്നൊരു വർക്കല്ലാതെ കാര്യമായിട്ടൊന്നും തടയാത്തോണ്ട് ഞാൻ വല്ലാത്തൊരു വീർപ്പൊട്ടല്ലായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഒരു കൊല ചെയ്യാൻ മോന് തോന്നിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഒടുക്കത്തെ നട്ടന്നിരിഞ്ഞനെ. പൈസക്കൊക്കെ എന്താ ടൈറ്റ്. ഓ ക്രിമിനൽസ് ഇല്ലാണ്ട് നമുക്ക് പിടിച്ചിക്കാൻ പറ്റുള്ളന്നേ. ഉനക്ക് എണ്ണ വേണം? പെട്ടെന്ന് ഇപ്പൊ ഇങ്ങനെ ചോദിച്ച ചെട്ടിയാരെ, വാട്ടർ ഫ്രണ്ടിലെ ഒരു നല്ല പ്ലോട്ട്, അത് ഈ കൊച്ചി നഗരത്തിൽ എന്റെ ഒരു സ്വപ്ന. 10 സെന്റ് ആയാലും മതിയെന്നേ. ஓகே எக்ரிட். ஆனா ஒரு விஷயம், அந்த சத்த பொண்ணு வந்து ஒரு ஜேர்னலிஸ்ட். அவள் என்ன அந்த மார்க்கெட்டிங் நடக்கும்போது கேமரால ஷூட் பண்ணியாச்சு. அந்த எவிடன்ஸ் எல்லாமே ஒரு ഫയൽ ആക്കി ഉൻ പൊണ്ടാട്ടി കയ്യിൽ കൊടുത്തിരിക്കും. அந்த ഫയൽ എനിക്ക് വേണം. എന്റെ ഭാര്യയുടെ അത് ഞാൻ ഏറ്റു. എനിക്ക് വയ്യ. കഴിഞ്ഞ ആഴ്ച ഒരു ജോത്സ്യൻ എന്നോട് പറഞ്ഞോളൂ എനിക്ക് ഇനി അങ്ങോട്ട് ശുക്രദശന്ന്. കേട്ടോടെ ശുമ്പള എനിക്ക് വർക്ക് കൂടി കൂടി വരുന്നത്. ചെട്ടിയാരെ, ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഈ പറഞ്ഞ വാട്ടർ ഫ്രണ്ട് ഇല്ലേ, അവിടെ ഒരു 2500 സ്ക്വയർ ഫീറ്റിന്റെ ഒരു ആഡംബര വീടും കൂടി ആയിക്കോട്ടെ. ഇന്നും കൊഞ്ചം ദുഡു ജാസ്തി കൊടുത്താ പൊണ്ടാട്ടിയെ കൊടുക്കാൻ പോലും. அசிங்கமா பேசாது. குழந்தைகள் தப்பா பேசினா நம்ம பெரியவர் அடிக்கணும், அது பழக்கம். അല്ല ചെട്ടിയാരെ, ഒന്നും ഇല്ലേ? ഷട്ടറൊക്കെ ക്യാഷ് കൗണ്ടർ ഇവിടെയാ. 1 ലക്ഷോ എന്തെങ്കിലും ആവട്ടെ, വലിച്ചെല്ലു നിൽക്കട്ടെ. കണക്കൊക്കെ നമുക്ക് പിന്നെ പറയാം. ഇവൻ ഇങ്ങനെ തന്നെ ഇവിടെ ഒരു 4 വർഷം തുറന്ന ചെട്ടിയാര് വെറും ചെട്ടിയാറായി പോകും കേട്ടോ. അവന് ചെട്ടിയാർ യാരെന്ന് தெரியாது. അവനെ കൊണ്ടൊന്നും നാണെന്നാ തിരിപ്പി അനുഭവം എനിക്ക് തരും. ജേർണലിസ്റ്റ് പാർവതിയുടെ ഘാതകരെ ഉടൻ അറസ്റ്റ് ചെയ്യുക. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. കൈക്കൂലി വീര സൂക്ഷിച്ചോ. ഏ കുട്ടപ്പ, ശബ്ദം പോരാ, നല്ല ഉഷാറായിട്ട് വിളിക്കേ. കൈക്കൂലി വീര സൂക്ഷിച്ചോ. പിന്നെ കണ്ടോളാം. അങ്ങനെ വിളിക്കേ. കൈക്കൂലി വീര സൂക്ഷിച്ചോ. സബ് കളക്ടർ രാഘവേട്ടാ, എന്റെ വൈഫ് വന്നിട്ടുണ്ടോ? 1 മണിക്കൂറായി വന്നിട്ട്. ഓ മൈ ഗോഡ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ചിലപ്പോ ഒരു വഴക്ക് പറയാമെന്നായിരിക്കും. സേതു